ബംഗാളിന്റെ മണ്ണിൽ വർഷങ്ങളായി തുടരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അരാജകത്വത്തിനും സ്വേച്ഛാധിപത്യത്തിനും ഒടുവിൽ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് ജനവിധിയെ പുച്ഛിച്ചു തള്ളി മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ച മമതാ ബാനർജിയുടെ ധിക്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണിത്. വികസനത്തിന്റെ പുതിയ സൂര്യോദയത്തെ വരവേൽക്കാൻ ബംഗാൾ തയ്യാറെടുക്കുമ്പോൾ തോൽവി സമ്മതിക്കാനാകാതെ ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ തുനിഞ്ഞ മമതയ്ക്ക് ഗവർണറുടെ നടപടിയിലൂടെ അർഹമായ മറുപടിയാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ഉജ്ജ്വല വിജയത്തിന് മുൻപിൽ അടിതെറ്റിയ മമതാ ബാനർജി EVM അട്ടിമറി ആരോപിച്ച് രാജിവെക്കില്ലെന്ന കടുത്ത വാശിയിലായിരുന്നു. 71-കാരിയായ മമതയുടെ ഈ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെ ബിജെപി ശക്തമായാണ് രംഗത്ത് വന്നത്. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് രാജി സമർപ്പിക്കില്ല എന്ന മമതയുടെ പ്രസ്താവന ഭരണഘടനാ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ ഗവർണർ ബംഗാൾ സർക്കാർ പിരിച്ചുവിട്ടു. ഇതോടെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിന് ഔദ്യോഗികമായി അന്ത്യമായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾ വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ്. ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫ് ചന്ദ്രനാഥിനെ കഴിഞ്ഞ ദിവസം രാത്രി വെടിവെച്ചു കൊന്നത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയതിന്റെ പകയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് സുവേന്ദു അധികാരി പ്രതികരിച്ചിരുന്നു. ബിജെപിയുടെ ഉജ്ജ്വലമായ വിജയത്തിന് പിന്നിൽ വോട്ട് കൊള്ളയും EVM അട്ടിമറിയുമാണെന്ന് ആരോപിച്ച് മമതാ ബാനർജി തന്റെ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങാനാണ് ശ്രമിച്ചത്. തന്നെ പുറത്താക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി ഗൂഢാലോചന നടത്തിയെന്നും ബിജെപി വിജയിച്ചത് അധാർമികമായിട്ടാണെന്നുമാണ് അവർ അവകാശപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 174 2B പ്രകാരം തനിക്ക് നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഗവർണറുടെ നടപടി. 2026 മെയ് 7 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പശ്ചിമ ബംഗാൾ നിയമസഭ ഞാൻ ഇതിനാൽ പിരിച്ചുവിടുന്നുവെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ ഗവർണർ RN രവി വ്യക്തമാക്കി. ബിജെപി പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃണമൂലിന്റെ പതനം പൂർണ്ണമായതോടെ മുൻപ് തൃണമൂൽ പിടിച്ചെടുത്ത പാർട്ടി ഓഫീസുകൾ CPIM തിരികെ പിടിച്ചു തുടങ്ങി. മുർഷിദാബാദിൽ ലെനിന്റെ പ്രതിമ തകർക്കപ്പെട്ടതിനെ തുടർന്ന് ഇടതുപക്ഷവും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ബംഗാളിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് വരെ ഗവർണർ ഭരണ ചുമതല വഹിക്കും. ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ച മമതയുടെ നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ ബംഗാളിനെ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അധികാര ഭ്രാന്തമൂത്ത് ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജനവിധിയെയും അധിക്ഷേപിച്ച മമതാ ബാനർജിയുടെ രാഷ്ട്രീയ അസ്തമയത്തിനാണ് ഇന്ത്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തോൽവി ഭയന്ന് അക്രമം അഴിച്ചുവിട്ടും നിരപരാധികളെ കൊലപ്പെടുത്തിയും അധികാരം നിലനിർത്താമെന്ന തൃണമൂലിന്റെ വ്യാമോഹങ്ങൾ ഇനി ബംഗാളിൽ നടപ്പില്ല. അഴിമതിയുടെയും അക്രമത്തിന്റെയും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ബംഗാളിനെ മോചിപ്പിക്കാൻ ബിജെപിക്ക് ലഭിച്ച ഈ ചരിത്ര വിജയം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയമാണ്. സമാധാനവും വികസനവും ആഗ്രഹിക്കുന്ന ഒരു പുതിയ ബംഗാളിന്റെ നിർമ്മിതിക്ക് ഈ നിമിഷം മുതൽ തുടക്കമാവുകയാണ്.